പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിലുണ്ട്. അതിനെതിരായിട്ട് പൊതുബോധം രൂപപ്പെട്ടു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ നിലയിൽ നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം ഇവർ നമ്മുടെ സമൂഹത്തിൽ ന്യൂനപക്ഷ വർഗീയതയും ഈ ഒരു കാലഘട്ടത്തിൽ ശക്തിപ്പെടുന്നുണ്ട്. ഭൂരിപക്ഷ വർഗീയത അതിൻ്റെ തീക്ഷ്ണ കരാള പ്രവർത്തനങ്ങൾ വഴി ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുകയും അമിതാധികാരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അരക്ഷിത ബോധം ശരിയായ തരത്തിൽ ചിന്തിക്കാത്തവരിൽ നേരെ എതിർദിശയിലെ വർഗീയത ഉണ്ടാക്കും. അതാണ് ന്യൂനപക്ഷ വർഗീയത. സ്വാഭാവികമായിട്ടും അതിനെ വീണ്ടും ഇവർ ഉപയോഗിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെട്ടാൽ അത് ഇവർക്ക് അനുകൂലവും. ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളയുമ്പോൾ ഉണ്ടാകുന്ന അമർഷത്തിൽ അഭ്യസ്ത വിദ്യർ പോലും വർഗീയവാദികളായി പോകുന്നു എന്ന അപകടം. ആ അപകടം വരുമ്പോൾ തിരിച്ച് വർഗീയത ശക്തിപ്പെടുത്താനുള്ള സാധ്യത. എങ്ങനെയാണ് അതെപ്പോഴും റെസിപ്രോക്കലായി പരസ്പര പ്രധാനപരമായി വർഗീയതയെ ശക്തിപ്പെടുത്തും. അപ്പോൾ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെട്ടാൽ ഭൂരിപക്ഷ വർഗീയത അതിനെ വീണ്ടും ഉപയോഗിക്കും. ഈ അപകടം നിലനിൽക്കെ വർഗീയതയ്ക്കെതിരായ കൃത്യമായ സമീപനം വേണം. ഇവിടെ എന്താ സംഭവിച്ചത്? UDF നോക്കൂ നിങ്ങളിപ്പോൾ. 10 കൊല്ലം അധികാരത്തിൻ്റെ പുറത്തിരുന്ന UDF നേരത്തെ ലീഗുമായുള്ള ഒരു നിരന്തര സഖ്യം അവർക്കുണ്ട്. ഇപ്പം അതിനെ കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്ന അതിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളുമായി കൂടി കണ്ണിയർന്നിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം സമൂഹത്തിൽ ഒരു കാരണവശാലും ശക്തിപ്പെടാൻ പാടില്ലാത്ത വർഗീയതയുമായി സന്ധി ചെയ്യുക വഴി UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ആപത്കരമായ രാഷ്ട്രീയ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നാടാണ് കേരളം. എല്ലാ സാമൂഹ്യ ജനവിഭാഗങ്ങളും അവരോട് തുല്യവീക്ഷണം പുലർത്തുന്ന ഭരണ സംവിധാനമുള്ള നാടാണ് കേരളം. ആ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവർ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, വളർത്തുക, അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാകുമോ, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഹ്രസ്വദൃഷ്ടികളുടെ പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ. ആ പാർട്ടി കോൺഗ്രസ് അങ്ങനെയായി, അതിൻ്റെ നേതൃത്വം അങ്ങനെയായി. അപ്പോൾ അത് വളരെ ആപൽക്കരമാണ്. കോൺഗ്രസിൻ്റെ കൂടി ലീഗ് അതിനെ കുറേ കൂടി ഒന്ന് വിപുലീകരിച്ചിരിക്കുക. ലീഗ് ഒരു കാലത്ത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് വലിയ പ്രചരണങ്ങൾ നടത്തിയ ആൾക്കാരാണ്. ഈ പ്രസ് ക്ലബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു ഇവിടുത്തെ ചന്ദ്രികയുടെ ലേഖൻ CP സൈദലി. അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു സംശയം എനിക്ക്. പ്രസിഡന്റോ സെക്രട്ടറി ഒക്കെ ആയിട്ടിരുന്നാണ് ഈ പ്രസ് ക്ലബിൻ്റെ. അദ്ദേഹം മഹനീയമായ നല്ലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. ഏറ്റവും നല്ല പുസ്തകം എഴുതിയിട്ടുള്ള ഒരാൾ. അപ്പോൾ നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ കേരളത്തിലെ മലയാള പുസ്തകങ്ങൾ അന്വേഷിച്ച് പോയാൽ നമുക്ക് ലഭ്യമാകുന്ന മികച്ച പുസ്തകങ്ങളുടെ അദ്ദേഹം രചിച്ചതാണ്. രചയിതാവാണ് അദ്ദേഹം. ആ നിലപാടിൻ്റെ എവിടെയെങ്കിലും അടുത്തിപ്പോൾ ലീഗ് നിൽക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗാണിപ്പോൾ കേരളത്തിൽ. ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗിനെ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ലീഗ് എവിടെയാണ്? UDFിലാണ്. കോൺഗ്രസിൻ്റെ കൂടെ ആരാ? വെൽഫെയർ പാർട്ടിയാണ്. കോൺഗ്രസ്, ലീഗ്, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു സമന്വയം രാഷ്ട്രീയത്തിൽ രൂപപ്പെടുത്തി എടുത്തു വച്ചിരിക്കുന്നു. ഇത് ആർക്കെങ്കിലും ഗുണം ചെയ്യുമോ? ഞങ്ങളുടെ ഉറച്ച വിശ്വാസം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ ഈ നിലപാടിനെ അംഗീകരിക്കില്ല. കേരളീയ സമൂഹം തന്നെ ഈ നിലപാടിനെ അംഗീകരിക്കില്ല. ന്യൂനപക്ഷ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഈ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കും. ആ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ നിലയിലാണ് ഇത് പ്രാധാന്യം അർഹിക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ വിശേഷിച്ച് സാധാരണക്കാരൻ്റെ ഒരു താല്പര്യവും സംരക്ഷിക്കാതെ LDFനെ തോൽപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയും സംസ്ഥാന അധികാരം പിടിക്കുക, തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരം പിടിക്കുക എന്ന കാര്യത്തിലെ എളുപ്പവഴിയും അന്വേഷിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ആപൽക്കരമായ രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുത്തിയതിന് ജനങ്ങൾ UDFനെ തിരസ്കരിക്കും എന്നുള്ള കാര്യത്തിൽ
യാതൊരു സംശയവും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നമുക്കില്ല. ആ നിലയിൽ കനത്ത പരാജയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സംഘടനാപരമായി വലിയ പ്രശ്നങ്ങൾ അവർ നേരിടുകയാണ്. ഇപ്പം ഇന്ന് വൈകുന്നേരം കഴിയുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം ആ റബൽ ശല്യത്തിൻ്റെ ആഴമുണ്ടാകും എന്നുള്ളത്. സാധാരണ ആ റബൽ ശല്യങ്ങളെ പരിഹരിക്കുന്ന രീതിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ആ രീതി കൊണ്ടൊന്നും ഇക്കുറി തീരൂല. വലിയ തരത്തിൽ റബൽ ശല്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ ഒരു യോജിപ്പിലൂടെ പോകാൻ കഴിയാത്തൊരു സാഹചര്യം UDF സംസ്ഥാന വ്യാപകമായിട്ട് ഓരോ UDF ഘടകകക്ഷികൾക്കകത്തും രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും.